ഒരാൾ കയറി മറ്റേ ആളെ തല്ലിയിട്ട് അയാളുടെ ശരീരം മൊത്തം തകർത്ത് തരിപ്പണമാക്കിയിട്ട് കുറെ കഴിഞ്ഞിട്ട് തല്ലിയവൻ പറയാണ് ഇപ്പം അതൊന്നും ഇവിടെ വിഷയമേ അല്ല എന്ന്. അതുപോലെ തന്നെ വിഷമദ്യം കൊടുത്തിട്ട് കുറേ പേര് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിഷമദ്യം ഉണ്ടാക്കി കൊടുത്ത ആൾ കുറേ കഴിഞ്ഞിട്ട് പറയാണ് ഇപ്പം ഇതൊന്നും ഒരു ചർച്ചാ വിഷയമല്ല, അതൊക്കെ കഴിഞ്ഞു, അതൊന്നും സീരിയസ് അല്ല, ഒക്കെ കഴിഞ്ഞു. അതുപോലെ നാട്ടിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കിയവൻ്റെ കൂടെ നിന്നവൻ പറയാണ് ഇപ്പോൾ ആ അന്നുണ്ടാക്കിയ കുഴപ്പമൊന്നും അല്ലെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. തിന്മ ചെയ്തവൻ, തിന്മയുടെ ഫലം അനുഭവിച്ചവനല്ല, തിന്മ ചെയ്തവനാണ് പറയുന്നത് അതൊന്നും ഒരു പ്രശ്നമല്ല. ഇങ്ങനെ കുറേ ഉദാഹരണങ്ങളുണ്ട്. ഒരു ഹോട്ടലിൽ കയറിയിട്ട് തനി തല്ലിപ്പൊളി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ പറയുകയാണ് അതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമല്ല. കല്ലെറിഞ്ഞ് ബസ്സിൻ്റെ ചില്ലും ഡ്രൈവർ മരിക്കുകയും ചെയ്തു, ചില്ല് പൊട്ടുകയും ചെയ്തപ്പോൾ കല്ലെറിഞ്ഞവൻ പറയാണ് ഇതൊന്നും ഇപ്പോൾ പ്രശ്നമല്ല. അതുപോലെയാ നമ്മളുടെ ഭരണാധികാരികളിൽ ഒരാൾ പറഞ്ഞത് ഇപ്പൊ ശബരിമലയിൽ നടന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഉണ്ടാക്കിയത് ഞാനാണ്, അതുകൊണ്ട് അതൊന്നും ഒരു ചർച്ചാ വിഷയമേ അല്ല. എലക്ഷൻ അതൊരു സബ്ജക്റ്റേ അല്ല. കൊന്നതും ചത്തതും ആ 15,000 പോലീസിനെ കൊണ്ടുവന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർത്തതും എല്ലാ തിന്മയും ചെയ്തത് ഞാനാണ്, എന്നാലും അതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമേ അല്ല. എങ്ങനെയാ തലയ്ക്ക് അല്പമെങ്കിലും വെളിവുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് കേരളീയർ വിശ്വസിക്കുമെന്ന് ധരിക്കുന്നത്? നീ വേറൊരാൾ പറഞ്ഞു ഞങ്ങൾ ഇനിയും കയറ്റും, വേറൊരു മന്ത്രി ഞങ്ങൾ ഇനിയും ശബരിമലയെ കയറ്റും. ആരാ ഇവർ ചോദിക്കാൻ? ഇതൊക്കെ എന്താ, ഇവർക്കൊക്കെ സ്ത്രീധനം കിട്ടിയ സ്ഥലമാണോ ശബരിമലയും ഗുരുവായൂരും ഒക്കെ? ഇതേ വാക്കുകൾ പള്ളിയിലും മസ്ജിദിലും പറയാത്തത് എന്താ? ഓരോരുത്തരുടെ ധാർഷ്ട്യം കാണുമ്പോഴത്തേക്കും കേൾക്കുമ്പോഴത്തേക്കും തോന്നുന്നത് യമധർമ്മരാജാവ് ഇതുങ്ങളെയൊക്കെ അങ്ങോട്ട് വിളിക്കാതിരിക്കാൻ കാരണം അവിടെയുള്ള സ്വസ്ഥത പോലും ഇല്ലാതെയാവുമെന്ന് ധരിച്ചിട്ടായിരിക്കും. എലക്ഷൻ വരുമ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ കസേരയിൽ ഇരിക്കുമെന്ന ധാരണയിൽ ഓരോരുത്തരും വിളിച്ചു കൂവുന്നവരോട് പറയാനുള്ളത് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്റെ മകൻ പോലും വരില്ല എന്ന് അറ്റ്ലസ് രാമേന്ദ്രനോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നും ആ കസേര ഉണ്ടാവില്ല, എന്നും ഈ ധാർഷ്ട്യത്തിൻ്റെ ആരോഗ്യം ഉണ്ടാവില്ല. ഇപ്പം തന്നെ പല രാജ്യങ്ങളിലെയും ചികിത്സയ്ക്ക് പോകുന്നവരറിയണം ഏത് ഡോക്ടർമാർക്കും ഏത് ആശുപത്രിക്കും ചികിത്സിക്കാനും പരിമിതിയുണ്ട്. ചെയ്തു കൂട്ടുന്ന കർമ്മത്തിൻ്റെ തിക്തഫലം അനുഭവിക്കാൻ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ ചിലപ്പോൾ പ്രകൃതി ചിലതൊക്കെ ചെയ്തു എന്ന് വരും. എനിക്കെല്ലാം ഉണ്ട്, ഞാൻ കള്ളനല്ല എന്നുള്ളത് കൊണ്ട് നല്ലവനാവണമെന്നൊന്നുമില്ല. ചെയ്തു കൂട്ടിയതും പറഞ്ഞു കൂട്ടുന്നതും അത് ഒരു വിഭാഗത്തിനെതിരെ മാത്രം. ശബരിമലയും ഹിന്ദുക്കളെ തന്ത്രിയെയും പൂജാരിയെയും അവഹേളിക്കാം, അപ്പുറത്ത് മദ്രസയിലെ അധ്യാപകർക്കും ഉലേമമാർക്കും ഉസ്താദുമാർക്കും ഒക്കെ പെൻഷനും മറ്റു ചില ഫണ്ടുകളൊക്കെ കൊടുക്കാം. ഇങ്ങനെ വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ അടവ് തട്ടിപ്പ് നയം നടത്തി കമ്മ്യൂണിസം എന്നുള്ളത് ലോകത്തിൻ്റെ മുക്കിലും മൂലയിൽ നിന്നും തൂത്തെറിയപ്പെട്ട് ഗംഗാജലം തളിച്ച് ശുദ്ധീകരിച്ചു റഷ്യയിൽ ഉൾപ്പെടെ. എന്നിട്ടും കുറേ എണ്ണങ്ങൾ ഇവിടെ ഒതുങ്ങിക്കൂടി കേരളത്തെ തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോഴത്തേക്കും എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. നവോത്ഥാനം ഇന്ന് വേറൊരു മന്ത്രി പറഞ്ഞിട്ടുണ്ട്, നവോത്ഥാനം ചെയ്യുന്നവരൊക്കെ ഒരു സ്ഥലത്ത് ഈ മന്ത്രിയോട് ചോദിക്കാനുള്ളത് തൻ്റെയൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ എന്ത് മണ്ണാങ്കട്ടിയായി ഈ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ? എന്താ ഈ നവോത്ഥാനം എന്ന് പറയുന്നത്? ഇവിടെ ഇപ്പം നവോത്ഥാനമല്ലാത്ത എന്തുത്ഥാനം ഇവിടെ ഉണ്ടായിരിക്കുന്നത്? നിങ്ങൾ ഈ കുറേ കാലം ബംഗാളിൽ ഭരിച്ചല്ലോ, ഒരൊറ്റ സീറ്റ് പോലും കിട്ടാൻ പറ്റില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. അവിടെ എന്ത് നവോത്ഥാനാ ചെയ്തത്? ത്രിപുരയിൽ എന്ത് നവോത്ഥാനാ ചെയ്തത്? റഷ്യയിൽ എന്ത് നവോത്ഥാനാ ചെയ്തത്? നശിച്ച് നാറാണക്കല്ലിട്ട ക്യൂബയിൽ എന്ത് നവോത്ഥാനാ നിങ്ങൾ ചെയ്തത്? അതുപോലെ തന്നെ ഈസ്റ്റ് ജർമ്മനിയിൽ എന്ത് നവോത്ഥാനാ ചെയ്തത്? ഇപ്പൊ അവിടേക്ക് എങ്ങാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വന്നാൽ അയാളുടെ 16 അടിയന്തരമല്ല 36 അടിയന്തരവും കൂടി വെക്കും. ഇതുങ്ങളെ അവിടെ ഇറക്കുക പോലും ചെയ്യില്ല. ഇവിടെ ഈ സൗത്ത് കൊറിയയിൽ എന്ത് നവോത്ഥാനാ നിങ്ങൾ ചെയ്തത്? ലോകത്തിൽ എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ കംബോഡിയയിൽ ചെയ്തത് 6 വർഷം എന്ത് നവോത്ഥാനാ ചെയ്ത? കൊന്നു കൊലവിളിച്ചു 4 ലക്ഷത്തിനെ. 10 കോടിയെയാണ് ഈ സ്റ്റാലിനും അതുപോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ കൊന്നു കൊലവിളിച്ചത്. 10 കോടി ജനങ്ങളെ. അയാളുടെ വീട്ടുകാർക്കൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല. അങ്ങനെ അതിൻ്റെ ഒരു അംശം ജനാധിപത്യ ഭാരതത്തിൻ്റെ മൂലയ്ക്കിരിക്കുന്ന കേരളത്തിൽ കൊണ്ടുവന്നിട്ട് നവോത്ഥാനം എന്ന വാക്ക് പറയാൻ പോലും യോഗ്യതയില്ലാത്ത ഓരോരുത്തർ കയറി വിളമ്പുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ചുകൂടെ? നിങ്ങളുടെ കസേരയും സ്ഥിരമല്ല ഈ ലോകത്തിൽ. സ്റ്റാലിനോ ലെനിനെ പോലെയല്ല, ജനാധിപത്യ ഭാരതത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളത് പോലും മനസ്സിലാക്കാതെ പലതും വിളമ്പി തൂവുമ്പോഴത്തേക്കും കേട്ടുകൊണ്ടിരിക്കുന്നവരും മിണ്ടുന്നില്ല എങ്കിൽ അതിന് കാരണം ഒന്നില്ലെങ്കിൽ പൈസ കൊടുത്തിട്ടായിരിക്കും കൊണ്ടുവന്നത്,
അല്ലെങ്കിൽ പറഞ്ഞു പോകട്ടെ, അരമണിക്കൂറല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ട് പ്രയോജനമില്ല. അങ്ങനെയുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ആ കസേരയിൽ ഇരിക്കാൻ, തലവിധി ഉണ്ടാവാനും നിങ്ങളുടെ കീഴിലിരിക്കാൻ കേരളത്തിന് തലവിധി ഉണ്ടാവില്ല. 16 ഷട്ടർ ഒരുമിച്ച് തുറക്കുകയും 15,000 പോലീസിനെ ശബരിമലയെ കൊണ്ടുപോയിട്ട് വിടുകയും ഇപ്പൊ ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ഒരു നവോത്ഥാനവും ശബരിമലയിൽ വേണ്ട. അത് മാത്രമല്ല, വർഗീയവാദി എന്ന് മുദ്ര കുത്തിയ വ്യക്തിയെ തന്നെ നവോത്ഥാനത്തിന്റെ നായകനാക്കുകയൊക്കെ ചെയ്തതും കൊന്നു കൊല വിളിക്കുന്നവർ അഹിംസയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ അടവ് നയത്തിന്റെ പ്രത്യക്ഷ തെളിവുകളും ദൃശ്യങ്ങളും വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവും.